നാം ബൈബിൾ വായിക്കുന്നുണ്ട്, നാം ബൈബിൾ പഠിക്കുന്നുണ്ട്, നാം ആരാധനയ്ക്ക് പോകുന്നുണ്ട്. ഇതിൻ്റെയൊക്കെ ലക്ഷ്യം എന്താണ്? സ്വർഗരാജ്യത്തിൽ പോകണം. ഇതാണ് ഇതിൻ്റെ ലക്ഷ്യം. നാം സ്വർഗരാജ്യത്തിൽ എത്തുന്നില്ല എങ്കിൽ ഈ ചെയ്യുന്നതെല്ലാം, നാം ബൈബിൾ വായിച്ചതും ആരാധനയ്ക്ക് പോയതും ഒക്കെ നമ്മെ സംബന്ധിച്ച് നഷ്ടമാണ്. ദൈവത്തിൻ്റെ വചനം നമ്മോട് പറയുന്നത് ലോകവും അതിൻ്റെ മോഹങ്ങളും ഒഴിഞ്ഞു പോകുന്നു, ദൈവത്തിൻ്റെ ഇഷ്ടം നിറവേറ്റുന്നവൻ എന്നേക്കും നിലനിൽക്കും. ഭൂമിയും അതിലുള്ള സമസ്ത വസ്തുക്കളും അഗ്നിക്കായി ചുട്ടെരിക്കപ്പെടുവാൻ കാത്തു സൂക്ഷിക്കപ്പെടുന്നു. അധർമ്മികളായ ജനം നിത്യനാശത്തിൽ പതിക്കും. എന്നാൽ ക്രിസ്തുവിനെ അനുസരിക്കുന്നവർക്ക് ക്രിസ്തു ഒരു വാഗ്ദാനം തന്നിട്ടുണ്ട്. നിങ്ങളുടെ ഹൃദയം പരിഭ്രമിക്കരുത്, ദൈവത്തിൽ വിശ്വസിക്കുവിൻ, എന്നിലും വിശ്വസിക്കുവിൻ. എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട്. ഈ ഭൂമി താൽക്കാലികമാണ്. ഇവിടെ നമുക്ക് കഷ്ടം വന്നാലും നഷ്ടം വന്നാലും ലാഭം കിട്ടിയാലും രോഗം വന്നാലും രോഗം മാറിയാലും 70-80 വർഷത്തോടെ ഈ ഭൂമിയിലെ സകലവും അവസാനിക്കുകയാണ്. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചിരിക്കുന്നത് സ്വർഗത്തിൽ ദൈവത്തിൻ്റെ കൂടെ എന്നേക്കും വസിക്കണം. അതിനു വേണ്ടിയാണ്. ഈ ഭൂമിയിലെ ഏതെങ്കിലും ഭൗതിക നേട്ടത്തിന് വേണ്ടിയല്ല നാം ബൈബിൾ വായിക്കുന്നതും നാം ബൈബിൾ പഠിക്കുന്നതും. സ്വർഗരാജ്യമെന്ന ശാശ്വത അവകാശത്തിലേക്ക് നാം പ്രവേശിക്കണം. കർത്താവായ യേശുക്രിസ്തു എത്രയും പെട്ടെന്ന് വരും. ഇതാ ഞാൻ വേഗം വരുന്നു, ഓരോരുത്തരും അവനവൻ്റെ പ്രവൃത്തിക്കുള്ള പ്രതിഫലം നൽകാൻ എൻ്റെ പക്കലുണ്ട്. കർത്താവിൻ്റെ വാക്കുകൾക്ക് യാതൊരു മാറ്റവും ഇല്ല. സ്വർഗരാജ്യം ഒരു സങ്കല്പമല്ല, അങ്ങോട്ട് എത്താനുള്ള പാതയാണ് ദൈവത്തിൻ്റെ വചനം. അതുകൊണ്ടാണ് നാം ദൈവത്തിൻ്റെ വചനം പഠിക്കുന്നത്. മാത്രമല്ല, അന്ധകാര ശക്തി നിയന്ത്രിക്കുന്ന ഈ ലോകത്തിൻ്റെ ഒഴുക്കിൽപ്പെടാതെ ദൈവരാജ്യത്തിലെ പ്രജകൾക്ക് യോഗ്യമായ ഒരു വിശുദ്ധ ജീവിതം ഈ ഭൂമിയിൽ തന്നെ ദൈവമക്കൾ നയിക്കണം. അതിന് നമ്മെ സഹായിക്കുന്നത് ദൈവത്തിൻ്റെ വചനമാണ്. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ആഗ്രഹം നാം സ്വർഗത്തിൽ പോകണം. അതുമാത്രമല്ല, ക്രിസ്തുവിൽ പ്രത്യാശ അർപ്പിച്ചിരിക്കുന്ന എല്ലാ ദൈവമക്കളും ഈ ഭൂമിയിൽ യേശു ജീവിച്ചതുപോലെ ജീവിക്കണം. ക്രിസ്തുവിൻ്റെ സ്വഭാവത്തോട് നാം അനുരൂപരാകണം. ആദാമിൽ നിന്ന് നമുക്ക് കിട്ടിയ പ്രാകൃത സ്വഭാവത്തെ മാറ്റി ക്രിസ്തുവിൻ്റെ ദിവ്യ സ്വഭാവം നമ്മിലൂടെ വെളിപ്പെടണം. ഇതിനെല്ലാം വേണ്ടിയാണ് നാം ദൈവത്തിൻ്റെ വചനമായ വിശുദ്ധ ബൈബിൾ വായിക്കുന്നതും ധ്യാനിക്കുന്നതും പഠിക്കുന്നതും മറ്റുള്ളവരെ പഠിപ്പിക്കുന്നതും എല്ലാം. എല്ലാ ക്രിസ്ത്യാനികൾക്കും ബൈബിൾ അനുസരിച്ച് ജീവിച്ച് സ്വർഗരാജ്യത്തിൽ എത്തണമെന്ന ആഗ്രഹം ഉണ്ടോ? ഇന്ന് നാം കാണുന്ന എല്ലാ ക്രിസ്ത്യാനികളും വാസ്തവത്തിൽ യഥാർത്ഥ ക്രിസ്ത്യാനികളല്ല. അതുകൊണ്ട് ഇന്ന് ലോകത്തിലുള്ള എല്ലാ ക്രിസ്ത്യാനികൾക്കും സ്വർഗരാജ്യത്തിൽ പോകണമെന്ന് ആഗ്രഹം ലേവലേശം പോലും ഇല്ല. ഇന്ന് ലോകത്തിൽ കാണുന്ന ക്രിസ്ത്യാനികളിൽ ഒരു വലിയ പങ്കും രക്ഷിക്കപ്പെട്ടവരല്ല, അഥവാ വീണ്ടും ജനിച്ചവരല്ല. ആരാധനയ്ക്കായി ചർച്ചിൽ പോകാത്ത ലക്ഷക്കണക്കിന് ക്രിസ്ത്യാനികൾ ഇന്ന് ലോകത്തിലുണ്ട്. ബൈബിൾ വായിക്കാത്ത ക്രിസ്ത്യാനികൾ ഉണ്ട്. സ്വർഗത്തിലും നരകത്തിലും വിശ്വസിക്കാത്ത ക്രിസ്ത്യാനികളുണ്ട്. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ രണ്ടാമത്തെ വരവിൽ വിശ്വസിക്കാത്ത ക്രിസ്ത്യാനികളുണ്ട്. ഇനി ചില ക്രിസ്ത്യാനികളാകട്ടെ യഥാർത്ഥ ദൈവഭക്തരല്ല, അവർ ക്രിസ്തു മതഭക്തരാണ്. യഥാർത്ഥ ദൈവഭക്തിയും ക്രിസ്തു മതഭക്തിയും രണ്ടാണ്. ക്രിസ്തു മതഭക്തി എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു പ്രത്യേക സഭയിൽ ജനിച്ചാൽ ആ സഭയിലെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും കണ്ണടച്ച് വിശ്വസിച്ച് അതിലെ നേതാക്കൾക്ക് കീഴ്പ്പെട്ട് സംതൃപ്തരായി മുന്നോട്ട് പോകുക. അല്ലാതെ ക്രിസ്തുവിനെ അനുസരിച്ച് ക്രിസ്തുവിൻ്റെ വചനപ്രകാരം ജീവിക്കുക, അതായിരിക്കുകയില്ല അവരുടെ താല്പര്യം. അവരുടെ പാരമ്പര്യത്തിൻ്റെ വഴിയിൽ പോകാനാണ് അവർക്ക് താല്പര്യം. അതുകൊണ്ട് ഇന്ന് ലോകത്തിൽ ധാരാളം ക്രിസ്ത്യാനികൾ ഉണ്ടെങ്കിലും സ്വർഗരാജ്യത്തിൽ എനിക്ക് നിർബന്ധമായും പ്രവേശിക്കണം, അങ്ങനെ ആഗ്രഹമുള്ളവർ ചുരുക്കമേയുള്ളൂ. ചുരുക്കമാണെങ്കിലും
എനിക്ക് നിശ്ചയമായും കർത്താവായ യേശുക്രിസ്തു വസിക്കുന്ന സ്വർഗരാജ്യത്തിൽ എത്തണമെന്ന് ആഗ്രഹിക്കുന്ന ധാരാളം വീണ്ടും ജനിച്ച ക്രിസ്ത്യാനികൾ ഇന്ന് ഈ ലോകത്തിലുണ്ട്. അവരാണ് ദൈവത്തിൻ്റെ വചനം, വിശുദ്ധ ബൈബിൾ കാര്യമായി എടുക്കുന്നത്. അവരാണ് ബൈബിൾ വായിച്ച് ധ്യാനിക്കുന്നത്. അവരാണ് ഈ ദൈവത്തിൻ്റെ വചനം മായം ചേർക്കാതെ ഉള്ളതുപോലെ വിശ്വസിക്കുകയും പഠിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്നത്. ഇന്ന് നാം കാണുന്ന വലിയ ജനസമൂഹത്തോട് കൂടെയാണോ അതോ കർത്താവിനോട് കൂടെയാണോ നാം സഞ്ചരിക്കേണ്ടത്? കർത്താവായ യേശുക്രിസ്തുവിനോട് കൂടെ, അതായത് യേശുക്രിസ്തുവിനോടൊപ്പമാണ് നാം സഞ്ചരിക്കേണ്ടത്. ഹാനോക്ക് ദൈവത്തിൻ്റെ കൂടെ 300 വർഷം നടന്നു. ഹാനോക്ക് ജീവിച്ചിരുന്ന കാലഘട്ടത്തിലെ തലമുറ അത്ര വിശുദ്ധരായിരുന്നില്ല. ഹാനോക്കിന് മനസ്സിലായി, ഈ തലമുറ ദൈവത്തിൻ്റെ വഴിയിൽ നടക്കുന്ന തലമുറയല്ല, ഞാൻ ഈ സമൂഹത്തോടൊപ്പം ചേർന്ന് നടക്കുകയില്ല. കാരണം അവരുടെ വഴി ദൈവത്തിൻ്റെ വഴിയല്ല, ഞാൻ കർത്താവിനോട് കൂടെ നടക്കും. ബ്രദർ ചോദിച്ചല്ലോ, ജനസമൂഹത്തോടൊപ്പമാണോ കർത്താവിനോടൊപ്പമാണോ നാം നടക്കേണ്ടത്? കർത്താവിനോടൊപ്പമാണ് നാം നടക്കുന്നത് എങ്കിൽ ജനസമൂഹത്തിൻ്റെ സപ്പോർട്ട് നഷ്ടപ്പെടും. യേശുക്രിസ്തുവിനോടൊപ്പമാണ് നാം നടക്കുന്നതെങ്കിൽ കർത്താവായ യേശുവിൻ്റെ സപ്പോർട്ട് നമുക്കുണ്ടായിരിക്കും. ജനത്തിൻ്റെ കൂടെ വലിയ സമൂഹത്തിൻ്റെ ഒഴുക്കിൽ അങ്ങ് പെട്ടുപോയാൽ ആ സമൂഹത്തിൻ്റെ സംരക്ഷണം ഉണ്ടായിരിക്കും. റോമാലേഖനം 8:31 നമ്മോട് പറയുന്നത്, ദൈവം അനുകൂലമെങ്കിൽ പ്രതികൂലം ആരാണ്? ഇന്ന് പലരും അവർ ജനിച്ചു വളർന്ന സമുദായത്തിൻ്റെ പാരമ്പര്യം, സഭാ പാരമ്പര്യം, ജനസമൂഹത്തിൻ്റെ ഒരു ഭാഗമായി ആ സമൂഹം എന്ത് വിശ്വസിക്കുന്നുവോ, എന്ത് ആചരിക്കുന്നുവോ, എന്ത് കാണിച്ചു കൂട്ടുന്നുവോ അതെല്ലാം വിശ്വസിച്ച് ആ ഒഴുക്കിൽ പോകുവാനാണ് ആഗ്രഹിക്കുന്നത്. എന്നാൽ കർത്താവായ യേശുക്രിസ്തു ഈ ലോകത്തിൽ നിന്ന് തൻ്റെ ശിഷ്യന്മാരെ തിരഞ്ഞെടുത്തു. ക്രിസ്തു പറയുകയാണ്, എൻ്റെ ശിഷ്യന്മാരായ നിങ്ങൾ ഈ ലോകക്കാർ ആയിരിക്കാതെ നിങ്ങൾ എനിക്കുള്ളവരായിരിക്കണം. അതുകൊണ്ട് ലോകത്തിൽ നിന്ന് ഞാൻ നിങ്ങളെ വേർതിരിച്ചു. മീൻ പിടിക്കുന്ന പത്രോസും ചുങ്കം പിരിക്കുന്ന മത്തായിയും അവർ ജനിച്ചു വളർന്ന ജനസമൂഹത്തിൻ്റെ ഒരു ഭാഗമായി അവരുടെ പാരമ്പര്യവുമായി മുന്നോട്ട് പോവുകയായിരുന്നു. പക്ഷേ ക്രിസ്തു പറഞ്ഞു, നിങ്ങൾ ഈ ലോകത്തിൻ്റെ ഭാഗമായിരിക്കരുത്, ഞാൻ നിങ്ങളെ വിളിച്ചു. കർത്താവ് അവരെ വിളിച്ചപ്പോൾ അവർ അതുവരെ ഉൾപ്പെട്ടു നിന്നിരുന്ന ആ ജനസമൂഹത്തെ, ആ വലിയ യഹൂദ പശ്ചാത്തലത്തെ ഉപേക്ഷിച്ച് കർത്താവിനോടുകൂടെ ഇറങ്ങിത്തിരിച്ചു. അവർ ജനിച്ചു വളർന്ന ആ സാമുദായിക പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് അവർക്ക് ക്രിസ്തുവിനെ അനുഗമിക്കുവാൻ ഒരിക്കലും കഴിയുമായിരുന്നില്ല. കർത്താവായ യേശു ക്രിസ്തു ഈ ഭൂമിയിൽ വന്നതിന് ശേഷം 2000 വർഷങ്ങൾ പിന്നിട്ടു. ജനസമൂഹത്തിൻ്റെ സ്വഭാവത്തിന് ഇന്നും വ്യത്യാസം വന്നിട്ടില്ല. 4-ാം സങ്കീർത്തനത്തിൽ എഴുതിയിരിക്കുന്നത്, യഹോവ തൻ്റെ ഭക്തനെ വേർതിരിക്കുന്നു, തനിക്കായി വേർതിരിക്കുന്നു. ലോകത്തിൻ്റെ കൂടെ നടക്കുന്ന, ലോകത്തിൻ്റെ ഭാഗമായ ഒന്നിനെ ദൈവം സ്വീകരിക്കുന്നില്ല. ലോകത്തിൽ നിന്ന് കർത്താവിലേക്ക് വന്നവരെ മാത്രമാണ് കർത്താവ് അംഗീകരിക്കുന്നത്. 1 കൊരിന്ത്യർ 6-ാം അധ്യായവും അക്കാര്യം പറയുന്നുണ്ട്. അവരുടെ നടുവിൽ നിന്ന് പുറപ്പെട്ട് വേർപ്പെട്ടിരിക്കുവിൻ, എന്നാൽ ഞാൻ നിങ്ങൾക്ക് പിതാവും നിങ്ങൾ എനിക്ക് പുത്രന്മാരും പുത്രിമാരുമാകും എന്ന് സഭാ നേതാവല്ല അരുളി ചെയ്യുന്നത്, സർവശക്തനായ കർത്താവ് അരുളി ചെയ്യുന്നു. യാക്കോബ് 4-ാം അധ്യായം 4-ാം വാക്യം പറയുന്നത്, വ്യഭിചാരിണികളായുള്ളവരെ, അവിശ്വസ്തരായവരെ, ലോകത്തോടുള്ള മൈത്രി ദൈവത്തോടുള്ള ശത്രുത്വമാണെന്ന് അറിയുന്നില്ലയോ? ലോകത്തിൻ്റെ സ്നേഹിതനാകുവാൻ ഇച്ഛിക്കുന്നവനെല്ലാം ദൈവത്തിൻ്റെ ശത്രുവാണ്. അതുകൊണ്ട് ലോകത്തിൻ്റെ കൂടെയും കർത്താവിൻ്റെ കൂടെയും ഒരുമിച്ച് നടക്കാൻ പറ്റില്ല. ഒന്നുകിൽ ലോകം അല്ലെങ്കിൽ കർത്താവ്. ഹാനോക്ക് ഒരു തെരഞ്ഞെടുപ്പ് നടത്തി, ലൗകികരായ ജനത്തിൻ്റെ കൂടെ ഞാൻ നടക്കുന്നില്ല, ഞാൻ ദൈവത്തിൻ്റെ കൂടെ നടക്കും, ഞാൻ ദൈവത്തിൻ്റെ കൂടെ നടക്കും. നമ്മൾ അപ്രകാരം ലൗകികരായി ജീവിക്കുന്ന ജനസമൂഹത്തിൽ നിന്ന് വേർപെട്ട് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ഒപ്പം നടക്കാൻ തുടങ്ങുമ്പോൾ
ലൗകികരായ ജനങ്ങൾക്ക് നമ്മെ അംഗീകരിക്കാനായി സാധിക്കുകയില്ല. ഇന്നും ലോകത്തിൻ്റെ വലിയ ജനസമൂഹത്തിൽ നിന്ന് കർത്താവായ യേശു ക്രിസ്തുവിനാൽ വിളിച്ചു വേർതിരിക്കപ്പെട്ട ഒരു ചെറിയ ആട്ടിൻ പറ്റമുണ്ട്, ഒരു വിശുദ്ധ ജനം ഉണ്ട്. അവർ ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങളിൽ കഴിയുന്നു. ചെറിയ അജഗണമേ, ഭയപ്പെടേണ്ട, നിങ്ങൾക്ക് രാജ്യം തരാൻ പിതാവ് പ്രസാദിച്ചിരിക്കുന്നു. അവർക്കാണ് സ്വർഗരാജ്യം, മറ്റുള്ളവർക്കില്ല. കാരണം അവർ ഈ ലോകത്തോട് അനുരൂപരായി ജീവിക്കുന്നവരാണ്. ക്രിസ്തുവിനോട് അനുരൂപരായി ജീവിക്കുന്ന ഒരു ചെറിയ ജനമുണ്ട്, അവർക്കാണ് സ്വർഗരാജ്യം. യേശു ക്രിസ്തു തനിക്കുള്ളവരെ ഈ ലോകത്തിൽ നിന്ന് വേർതിരിക്കുകയാണ്. അല്ലാതെ ഈ ലോകത്തിലെ സകല ഭൗതികാനുഗ്രഹങ്ങളും അവർക്ക് നൽകാം, അതല്ല ക്രിസ്തു പറഞ്ഞത്. നിങ്ങൾ ഈ ലോകത്തിൻ്റെ ഭാഗമായി ഈ ലോകത്തിലെ സകല ഭൗതികാനുഗ്രഹങ്ങളും അനുഭവിച്ചു ജീവിക്കൂ, അതല്ല ക്രിസ്തു പറഞ്ഞത്. യേശു ക്രിസ്തു തനിക്കായി ഈ ലോകത്തിൽ നിന്ന് വിളിച്ചു വേർതിരിച്ചവരോട് എന്താണ് പറഞ്ഞത്? യോഹന്നാൻ എഴുതിയ സുവിശേഷം 15-ാം അധ്യായം 18 മുതൽ വായിക്കുന്നു. ലോകം നിങ്ങളെ ദ്വേഷിക്കുന്നുവെങ്കിൽ അതിനു മുമ്പേ അത് എന്നെ ദ്വേഷിച്ചു എന്ന് അറിഞ്ഞുകൊള്ളുവിൻ. നിങ്ങൾ ലോകത്തിൻ്റേതായിരുന്നുവെങ്കിൽ ലോകം സ്വന്തമായതിനെ സ്നേഹിക്കുമായിരുന്നു. എന്നാൽ നിങ്ങൾ ലോകത്തിൻ്റേതല്ലാത്തതുകൊണ്ട് ഞാൻ നിങ്ങളെ ലോകത്തിൽ നിന്ന് തിരഞ്ഞെടുത്തതുകൊണ്ട് ലോകം നിങ്ങളെ ദ്വേഷിക്കുന്നു. ഇവിടെ യേശുക്രിസ്തു പറയുകയാണ്, എന്നാൽ നിങ്ങൾ ലോകത്തിൻ്റേതല്ലാത്തതുകൊണ്ട് ഞാൻ നിങ്ങളെ ലോകത്തിൽ നിന്ന് തിരഞ്ഞെടുത്തതുകൊണ്ട് ലോകം നിങ്ങളെ ദ്വേഷിക്കുന്നു. ലോകത്തിൽ നിന്ന് യേശുക്രിസ്തുവിനാൽ വേർതിരിക്കപ്പെട്ട ഒരു സമൂഹമാണ് യഥാർത്ഥ ക്രിസ്തു ശിഷ്യന്മാർ. വീണ്ടും കർത്താവായ യേശുക്രിസ്തു താൻ ഈ ലോകത്തിൽ നിന്ന് തനിക്ക് വേണ്ടി വേർതിരിച്ച തൻ്റെ ശിഷ്യർക്ക് വേണ്ടി സ്വർഗീയ പിതാവിനോട് പ്രാർത്ഥിക്കുമ്പോൾ ഇപ്രകാരമാണ് പ്രാർത്ഥിക്കുന്നത്. യോഹന്നാൻ എഴുതിയ സുവിശേഷം 17-ാം അധ്യായം 14 തൊട്ട് 16 വരെ. അവിടുത്തെ വചനം ഞാൻ അവർക്ക് നൽകിയിരിക്കുന്നു, എന്നാൽ ലോകം അവരെ ദ്വേഷിച്ചു. എന്തെന്നാൽ ഞാൻ ലോകത്തിൻ്റേതല്ലാത്തതുപോലെ അവരും ലോകത്തിൻ്റേതല്ല. ലോകത്തിൽ നിന്ന് അവരെ അവിടുന്ന് എടുക്കണം എന്നല്ല, ദുഷ്ടനിൽ നിന്ന് അവരെ കാത്തുകൊള്ളണം എന്നാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. ഞാൻ ലോകത്തിൻ്റേതല്ലാത്തതുപോലെ അവരും ലോകത്തിൻ്റേതല്ല. ക്രിസ്തു പറയുന്നു, ഞാൻ ലോകത്തിൻ്റേതല്ലാത്തതുപോലെ അവരും ലോകത്തിൻ്റേതല്ല. ഇന്ന് ലോകത്തിൽ കാണുന്ന സകല വിജാതീയ ആചാരങ്ങളുടെയും പുറകെ പോയി വചനവിരുദ്ധമായ സകല പാരമ്പര്യങ്ങളിലും മുങ്ങിത്തപ്പുന്ന ഒരു ക്രിസ്ത്യാനിക്ക് എങ്ങനെയാണ് ഞാൻ യേശുവിൻ്റെ ശിഷ്യനാണ് എന്ന് പറയാൻ കഴിയുക? ഇന്ന് ചിലർ ഇങ്ങനെ ചിന്തിക്കാറുണ്ട്. ലോകത്തിൽ ധാരാളം സഭകളുണ്ട്. എല്ലാ ക്രിസ്തീയ സഭകളും ഒന്നിച്ച് ഒരു വലിയ നേതാവിൻ്റെ കീഴിൽ അണിനിരക്കുകയാണെങ്കിൽ എത്ര നല്ല കാര്യമാണ്. ശരിയാണ്, ഒരു വലിയ സംഘടന അങ്ങനെ ഉണ്ടാക്കാൻ പറ്റും. പക്ഷെ ഒരു നേതാവിൻ്റെ കീഴിൽ എല്ലാ ക്രിസ്തീയ സംഘടനകളും അണിനിരുന്നതുകൊണ്ട് ആ സംഘടനക്കാരെയൊക്കെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാം. അങ്ങനെ ദൈവം വ്യവസ്ഥ ചെയ്തിട്ടില്ല. ഓരോരുത്തൻ വ്യക്തിപരമായി വീണ്ടും ജനനാനുഭവത്തിന് വിധേയനാകണം. ഒരു വലിയ നേതാവിൻ്റെ കീഴിൽ അണിനിരക്കുവാൻ വീണ്ടും ജനനമൊന്നും ആവശ്യമില്ല. എന്നാൽ ക്രിസ്തുവിനെ അനുഗമിച്ച് സ്വർഗരാജ്യത്തിൽ പോകണമെങ്കിൽ യേശു ക്രിസ്തുവുമായി വ്യക്തിപരമായ ബന്ധം വേണം. ഒരു വലിയ ക്രിസ്തീയ സമൂഹത്തിൻ്റെ ഭാഗമായി മുന്നോട്ട് പോകുവാൻ യേശു ക്രിസ്തുവുമായി വ്യക്തിപരമായ ബന്ധമില്ലാത്തവർക്കും ജനസമൂഹത്തിൻ്റെ ഒഴുക്കിൽപ്പെട്ടങ്ങ് പോകാൻ കഴിയും. ക്രിസ്തുവിൽ വിശ്വസിക്കാതെയും ക്രിസ്തീയ സമൂഹത്തിൻ്റെ ഒഴുക്കിൽപ്പെട്ട് മുന്നോട്ട് പോകുവാൻ
ഒരുവന് കഴിയും. എല്ലാ ക്രിസ്ത്യാനികൾക്കും സ്വർഗരാജ്യത്തിൽ പോകാൻ ആഗ്രഹമുണ്ടോ എന്ന് ചോദിച്ചല്ലോ. എല്ലാ ക്രിസ്ത്യാനികൾക്കും ആഗ്രഹമില്ല. ഏത് സമൂഹത്തിലാണോ ജനിച്ചു വളർന്നത് അതിൻ്റെ ഒരു ഭാഗമായി അതിൽ തന്നെ നിന്ന് മരിച്ചു പോകാനാണ് ഇഷ്ടപ്പെടുന്നത്. അതുകൊണ്ട് ചിലർ പറയാറുണ്ട്, നിങ്ങൾ സഭയൊന്നും മാറണ്ട, സമുദായമൊന്നും മാറണ്ട, എവിടെ നിൽക്കുന്നുവോ അവിടെ നിന്ന് നിങ്ങൾക്ക് ബോധിച്ച പോലെ ക്രിസ്തുവിനെ ആരാധിക്കുകയോ അതിലെ പാരമ്പര്യങ്ങൾ പിന്തുടരുകയോ നിങ്ങൾക്കിഷ്ടമുള്ള വഴി നിങ്ങൾ സ്വീകരിക്കുക, അവിടെ തന്നെ നിന്നാൽ മതി. എന്നാൽ ദൈവം അബ്രഹാമിനെ വിളിക്കുമ്പോൾ പറയുന്നത്, അബ്രഹാമേ, നീ നിൻ്റെ ദേശത്തെയും ചാർച്ചക്കാരെയും പിതൃഭവനത്തെയും വിട്ട് ഞാൻ നിന്നെ കാണിക്കാനിരിക്കുന്ന ദേശത്തേക്ക് നീ വരണം. ഉടനെ തന്നെ അബ്രഹാം തൻ്റെ ചാർച്ചക്കാരെയും ദേശത്തെയും ഒക്കെ വിട്ട് ദൈവം കാണിക്കാനിരിക്കുന്ന സ്ഥലത്തേക്ക് നടക്കുകയാണ്. ക്രിസ്തു എന്താണ് പറഞ്ഞത്? ആരെങ്കിലും എന്നെ അനുഗമിക്കുവാൻ ഇച്ഛിച്ചാൽ അവൻ തന്നെ നിഷേധിച്ച് സ്വന്തം ക്രൂശെടുത്ത് നാൾ തോറും എന്നെ അനുഗമിക്കട്ടെ. അതായത് യഥാർത്ഥ ക്രിസ്തുമാർഗം എന്നുള്ളത് ഒരു വലിയ ജനസമൂഹത്തിൻ്റെ ഭാഗമായി ആ ജനസമൂഹം കാണിക്കുന്ന പാപങ്ങളും വചനവിരുദ്ധങ്ങളായ പാരമ്പര്യങ്ങളും അതുമായി ഒത്തുചേർന്ന് മുന്നോട്ട് പോകുന്ന ഒന്നല്ല. ഇത് വ്യക്തിപരമാണ്. കർത്താവ് എത്ര നല്ലവനാണ് എന്ന് രുചിച്ചറിയുവിൻ. സാമുവേൽ സാമുവേൽ, ദൈവം വിളിക്കുകയാണ് ബാലനായ സാമുവേലിനെ. അന്നത്തെ സമൂഹത്തിൻ്റെ അവസ്ഥ എന്താണ്? ദൈവത്തിൻ്റെ വചനത്തിന് വിപരീതമായി പോകുന്ന ഒരു സമൂഹം. അതുകൊണ്ട് തന്നെ ദൈവത്തിൻ്റെ വചനം വളരെ ദുർലഭമായൊരു കാലഘട്ടം. അപ്പോഴിതാ ദൈവം ഒരുവനെ തനിക്കായി വേർതിരിക്കുകയാണ്. സാമുവേൽ സാമുവേൽ, ദൈവം വിളിക്കുകയാണ് ബാലനായ സാമുവേലിനെ. ഇന്നത്തെ തലമുറയെക്കുറിച്ച് ഫിലിപ്പിയ ലേഖനം 2-ാം അധ്യായം 14 മുതൽ വായിക്കുമ്പോൾ വക്രതയും വഴി പിഴച്ചതുമായ തലമുറ. ഒരു കാലത്ത് നമ്മളെല്ലാവരും ഈ വക്രതയും വഴിപിഴച്ചതുമായ തലമുറയുടെ ഒരു ഭാഗമായിരുന്നു. എന്നാൽ കർത്താവായ യേശുക്രിസ്തു നമ്മെ ക്ഷണിച്ചു അവിടുത്തെ വചനത്തിലൂടെ. ഈ വ്യക്തിപരമായ ക്ഷണം നമുക്ക് ലഭിക്കണം. ക്രിസ്തു പറഞ്ഞല്ലോ, പിതാവിനാൽ ആകർഷിക്കപ്പെടാതെ ആർക്കും എൻ്റെ അരികിലേക്ക് വരുവാൻ സാധിക്കുകയില്ല. ഇന്ന് പല ക്രിസ്ത്യാനികളും കേവലം ഒരു സംഘടനയായി മുന്നോട്ട് പോവുകയാണ്. വ്യക്തിപരമായി ക്രിസ്തുവിനെ അനുഗമിക്കാതെ, ക്രിസ്തുവുമായി നേരിട്ട് ബന്ധപ്പെടാതെ സമൂഹത്തിൻ്റെ ഒരു ഭാഗമായി നിലകൊണ്ട് ഒടുവിൽ അതേ അവസ്ഥയിൽ മരിക്കുന്നു. അതുകൊണ്ട് തന്നെ പല ക്രിസ്ത്യാനികൾക്കും ഞങ്ങൾ മരിച്ചാൽ സ്വർഗത്തിൽ പോകും എന്നതിനെക്കുറിച്ച് യാതൊരു പ്രത്യാശയുമില്ല. എന്നാൽ ദൈവത്തിൻ്റെ മഹാകൃപയാൽ ആ വലിയ ജനസമൂഹത്തിൻ്റെ ഒഴുക്കിൽപ്പെട്ട് നിത്യമായ നാശത്തിൽ പതിക്കാതിരിക്കുവാൻ ചിലരെ എല്ലാം കർത്താവ് തന്നെ വിളിച്ച് വേർതിരിച്ചു. ചിലരെ വിളിച്ചപ്പോൾ ഞങ്ങൾക്ക് മനസ്സില്ല, ഞങ്ങൾക്ക് വേറെ പല കാര്യങ്ങളുമുണ്ട്, ഇതൊന്നും വിടാനുള്ള മനസ്സ് ഞങ്ങൾക്കില്ല എന്ന് പറഞ്ഞു. ചിലരാകട്ടെ സന്തോഷത്തോടെ സ്വർഗരാജ്യം ലക്ഷ്യമാക്കി എല്ലാം വിട്ട് കർത്താവിനെ അനുഗമിക്കുന്നു. ചെറിയ അജഗണമേ, ഭയപ്പെടേണ്ട. ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങളിൽ കർത്താവായ യേശുവിനാൽ വിളിച്ചു വേർതിരിക്കപ്പെട്ട വിശുദ്ധരുടെ കൂട്ടം ഇന്ന് കർത്താവിനെ ആരാധിക്കുന്നുണ്ട്. യഹോവാ ദൈവമാം വിശുദ്ധ ജാതിനാം അവനവകാശമാം ജനം നാം. യഹോവാ ദൈവമാം വിശുദ്ധ ജാതിനാം അവനവകാശമാം ജനം നാം. പരദേശികൾ നാം ഭാഗ്യശാലികൾ, ഇതുപോലൊരു ജാതിയുണ്ടോ? പരദേശികൾ നാം ഭാഗ്യശാലികൾ, ഇതുപോലൊരു ജാതിയുണ്ടോ? യഹോവാ ദൈവമാം വിശുദ്ധ ജാതിനാം അവനവകാശമാം ജനം നാം. അവനീ തലത്തിൽ അപമാനം നമുക്കവകാശമെന്നോർത്തിടണം. അവനീ തലത്തിൽ അപമാനം നമുക്കവകാശം എന്നോർത്തിടണം.
അവനായി കഷ്ടത ഏൽക്കുകിൽ തേജസ്സിൽ അനന്തയുഗം വാണിടും നാം. അവനായി കഷ്ടത ഏൽക്കുകിൽ തേജസ്സിൽ അനന്തയുഗം വാണിടും നാം. യഹോവാ ദൈവമാം വിശുദ്ധ ജാതി നാം, അവനവകാശമാം ജനം നാം. ആപത്തിൽ നമ്മുടെ ദിവ്യ സങ്കേതവും ബലവും ദൈവം ഒരുവനത്രേ. ആപത്തിൽ നമ്മുടെ ദിവ്യ സങ്കേതവും ബലവും ദൈവം ഒരുവനത്രേ. ആകയാൽ പാരിടം ആകയിളകിലും നാം ഇനി ഭയപ്പെടുകയില്ല. ആകയാൽ പാരിടം ആകയിളകിലും നാം ഇനി ഭയപ്പെടുകയില്ല. യഹോവാ ദൈവമാം വിശുദ്ധ ജാതി നാം, അവനവകാശമാം ജനം നാം. യഹോവാ ദൈവമാം വിശുദ്ധ ജാതി നാം, അവനവകാശമാം ജനം നാം. പരദേശികൾ നാം ഭാഗ്യശാലികൾ, ഇതുപോലൊരു ജാതിയുണ്ടോ? പരദേശികൾ നാം ഭാഗ്യശാലികൾ, ഇതുപോലൊരു ജാതിയുണ്ടോ? യഹോവാ ദൈവമാം വിശുദ്ധ ജാതി നാം, അവനവകാശമാം ജനം നാം. അവനീ തലത്തിൽ അപമാനം നമുക്കവകാശമെന്നോർത്തിടണോ? അവനീ തലത്തിൽ അപമാനം നമുക്കവകാശമെന്നോർത്തിടണോ? അവനായി കഷ്ടത ഏൽക്കുകിൽ തേജസ്സിൽ അനന്തയുഗം വാണിടും നാം. അവനായി കഷ്ടത ഏൽക്കുകിൽ തേജസ്സിൽ അനന്തയുഗം വാണിടും നാം. യഹോവാ ദൈവമാം വിശുദ്ധ ജാതി നാം, അവനവകാശമാം ജനം നാം. യഹോവാ ദൈവമാം വിശുദ്ധ ജാതി നാം, അവനവകാശമാം ജനം നാം. ആപത്തിൽ നമ്മുടെ ദിവ്യ സങ്കേതവും ബലവും ദൈവം ഒരുവനത്രേ. ആപത്തിൽ നമ്മുടെ ദിവ്യ സങ്കേതവും ബലവും ദൈവം ഒരുവനത്രേ. ആകയാൽ പാരിടം ആകയിളകിലും നാം ഇനി ഭയപ്പെടുകയില്ല. ആകയാൽ പാരിടം ആകയിളകിലും നാം ഇനി ഭയപ്പെടുകയില്ല. യഹോവാ ദൈവമാം വിശുദ്ധ ജാതി നാം, അവനവകാശമാം ജനം നാം. ഇന്ന് നാം ചില സഭ നേതാക്കന്മാരുടെ കൂടെ നടന്നാൽ നമുക്ക് കർത്താവിനോട് കൂടെ നടക്കുവാൻ പറ്റുമോ? ഇന്ന് ചില സഭകളിലെ നേതാക്കന്മാർ വിശുദ്ധരും കർത്താവായ യേശുക്രിസ്തു നടന്നുപോയ അതേ കാൽ ചുവടുകൾ അനുഗമിക്കുന്നവരുമാണ്. എന്നാൽ എല്ലാ സഭാ നേതാക്കന്മാരും ഇന്ന് ക്രിസ്തുവിനെ അനുഗമിക്കുന്നവരോ ക്രിസ്തുവിൻ്റെ വചനമനുസരിച്ച് ജീവിക്കുന്നവരോ അല്ല. ഇന്ന് പല സഭാ നേതാക്കന്മാരും സ്ഥാനം, മാനം, ആഡംബരം, ലോകത്തിൻ്റെ അംഗീകാരം ഇതിനെല്ലാം പ്രാധാന്യം കൊടുത്ത് മുന്നോട്ട് പോകുന്നവരാണ്. മാത്രമല്ല ഇന്ന് പല സഭാ നേതാക്കന്മാരും ദൈവത്തിൻ്റെ വചനത്തിൽ എന്താണോ എഴുതിയിരിക്കുന്നത് അതിന് നേരെ വിപരീതമായി പഠിപ്പിക്കുന്നവരാണ്, അവരുടെ പാരമ്പര്യത്തെ സംരക്ഷിക്കാൻ വേണ്ടി. അങ്ങനെയുള്ള സഭാ നേതാക്കന്മാരുടെ കൂടെയാണ് നാം നടക്കുന്നത് എങ്കിൽ നമുക്ക് ക്രിസ്തുവിനോടുകൂടെ നടക്കാനായി സാധ്യമല്ല. 2000 വർഷങ്ങൾക്ക് മുമ്പ് കർത്താവായ യേശു ക്രിസ്തു ഈ ഭൂമിയിൽ വന്നപ്പോൾ 12 ശിഷ്യന്മാർ, യൂദാസിനെ നമുക്ക് കൂട്ടേണ്ട കാര്യമില്ല എങ്കിലും ഈ 12 പേർ യേശുവിനോട് കൂടെ നടന്നു. എന്ന് അവർ യേശുവിനോട് കൂടെ നടക്കുവാൻ ആരംഭിച്ചുവോ അന്ന് അവർ പരീശന്മാരെയും
അന്നത്തെ പുരോഹിതന്മാരെയും ശാസ്ത്രിമാരെയും വിട്ടു. ഒരേ സമയം യേശുവിൻ്റെ കൂടെയും അന്നത്തെ പരീശന്മാരുടെയും മഹാപുരോഹിതന്മാരുടെ കൂടെയും നടക്കുവാൻ ശിഷ്യന്മാർക്ക് സാധിക്കുമായിരുന്നില്ല. ഇന്നും അങ്ങനെ തന്നെയാണ്. ഒരു സ്വരൂപം ഉണ്ടാക്കരുത്, അതിനെ വണങ്ങരുത്, അതിനെ ആരാധിക്കരുത്. അതാണ് 10 കൽപ്പനകളിൽ രണ്ടാമത്തെ കൽപ്പന. പുറപ്പാട് 20-ാം അധ്യായത്തിൽ അക്കാര്യം വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ സ്വരൂപ വണക്കത്തിന് അനുകൂലമായ നിലപാട് എടുക്കുന്ന ചില സഭാ നേതാക്കളെ നമുക്ക് കാണാൻ കഴിയും. അവരുടെ കൂടെ നടന്നാൽ നമുക്കൊരിക്കലും ക്രിസ്തുവിൻ്റെ കൂടെ നടക്കാൻ സാധിക്കുകയില്ല. കേവലം സ്വരൂപ വണക്കത്തിൻ്റെ കാര്യത്തിൽ മാത്രമല്ല, ബൈബിളിലെ പല അടിസ്ഥാന ഉപദേശങ്ങൾക്കും നേരെ വിപരീതമായി പഠിപ്പിക്കുന്ന, പാരമ്പര്യത്തെ സംരക്ഷിക്കാൻ വേണ്ടി ബൈബിൾ മാത്രം പോരാ എന്നുപോലും പറയുന്ന പല സഭാ നേതാക്കന്മാരും ഇന്ന് ഈ ലോകത്തിലുണ്ട്. അവരുടെ കൂടെ ബ്രദർ നടക്കുകയാണെങ്കിൽ ഒരിക്കലും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൂടെ നടക്കാൻ പറ്റില്ല. കാരണം ഇന്ന് പല ക്രിസ്തീയ നേതാക്കന്മാരും ക്രിസ്തുവിൽ നിന്ന് വളരെ അകന്നാണ് യാത്ര ചെയ്യുന്നത്. നാം യേശുക്രിസ്തുവിനോട് കൂടെ നടക്കാൻ ആരംഭിച്ചാൽ മാത്രമേ, നാം ഓരോരുത്തരും വ്യക്തിപരമായി യേശുക്രിസ്തുവിൻ്റെ കൂടെ നടക്കാൻ ആരംഭിച്ചാൽ മാത്രമാണ് ആരൊക്കെയാണ് ക്രിസ്തുവിൽ നിന്ന് അകന്ന് നടക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. നാം തന്നെ ക്രിസ്തുവിൽ നിന്ന് അകലെ ലോകത്തിൻ്റെ കൂടെ നടക്കുകയാണെങ്കിൽ നമ്മുടെ ആത്മീയ നയനങ്ങൾ ഒരിക്കലും തുറക്കപ്പെടുകയില്ല. ബൈബിൾ മാത്രം പോരാ, നമുക്ക് പാരമ്പര്യം കൂടെ വേണം എന്ന് പറയുന്ന സഭാ നേതാവ് ബൈബിൾ വ്യാഖ്യാനിച്ചാൽ എങ്ങനെയിരിക്കും? നമുക്ക് ദൈവം മാത്രം പോരാ, പിശാചും നമുക്ക് വേണം എന്ന് പറയുന്ന ഒരാൾ ബൈബിൾ വ്യാഖ്യാനിച്ചാൽ എങ്ങനെയിരിക്കും? അങ്ങനെയാണ് നേരത്തെയുള്ള ചിന്താഗതി വെച്ച് പുലർത്തുന്ന സഭാ നേതാവ് ബൈബിൾ വ്യാഖ്യാനിച്ചാൽ ഉണ്ടാകുന്ന അവസ്ഥ. കാരണം പാരമ്പര്യം മാനുഷികമാണ്. ദൈവത്തിൻ്റെ വചനത്തിനും മാനുഷിക പാരമ്പര്യത്തിനും ഒരിക്കലും ഒരേ സ്ഥാനം നൽകാൻ പാടില്ല. ആകാശവും ഭൂമിയും മാറിയാലും ദൈവത്തിൻ്റെ വചനത്തിന് മാറ്റമില്ല. ദൈവത്തിൻ്റെ വചനം നിസ്തുല്യമാണ്. ദൈവത്തിൻ്റെ വചനത്തിന് തുല്യമായി മറ്റൊന്നുമില്ല. ഒരു ക്രിസ്ത്യാനിയുടെ വിശ്വാസത്തിൻ്റെ ഏക ആധാരം ബൈബിളാണ്. കർത്താവായ യേശുക്രിസ്തു പാരമ്പര്യത്തിനെതിരെ ശക്തമായി പ്രസംഗിച്ചിട്ടുണ്ട്. മത്തായിയുടെ സുവിശേഷം 15-ാം അധ്യായത്തിലും മർക്കോസ് എഴുതിയ സുവിശേഷത്തിലും കർത്താവായ യേശുക്രിസ്തു അന്നത്തെ മതനേതാക്കൾ എപ്രകാരമാണ് പാരമ്പര്യത്തെ ഉപയോഗിച്ച് ദൈവത്തിൻ്റെ വചനത്തെ നിരർത്ഥകമാക്കിയത് വ്യക്തമായി പറയുന്നുണ്ട്. ഇന്നും അത് തുടരുകയാണ്. പാരമ്പര്യത്തെ ഒരു മറയാക്കി ദൈവത്തിൻ്റെ വചനത്തെ നിഷ്പ്രഭമാക്കുക. ക്രിസ്തു പറഞ്ഞു, ഈ ജനം അധരം കൊണ്ട് എന്നെ ബഹുമാനിക്കുന്നു, അവരുടെ ഹൃദയം എന്നെ വിട്ട് അകലെയാണ്. അവർ മാനുഷിക നിയമങ്ങൾ, ദൈവത്തിൻ്റെ പ്രമാണങ്ങൾ എന്ന പോലെ പഠിപ്പിക്കുന്നത് കൊണ്ട് എന്നെ വൃഥ ആരാധിക്കുന്നു. കർത്താവേ കർത്താവേ എന്ന് എന്നെ വിളിച്ചപേക്ഷിക്കുന്ന ഏവനുമല്ല എൻ്റെ സ്വർഗസ്ഥനായ പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുന്നവനാണ് സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുക എന്ന് ക്രിസ്തു പറഞ്ഞു. പാരമ്പര്യ ബന്ധനം ഒരു വല്ലാത്തൊരു ബന്ധനമാണ്. ഞാനും അത് അനുഭവിച്ചിട്ടുണ്ട്. ദൈവത്തിൻ്റെ കൃപയാൽ ഞാൻ അതിൽ നിന്ന് പുറത്തു കടന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പുറപ്പാട് 8-ാം അധ്യായം 1-2 വാക്യങ്ങൾ. കർത്താവ് മോശയോട് അരുളി ചെയ്തു, ഫറവോയുടെ അടുക്കൽ ചെന്ന് പറയുക, കർത്താവ് കൽപ്പിക്കുന്നു, എന്നെ ആരാധിക്കാനായി എൻ്റെ ജനത്തെ വിട്ടയക്കുക. അവരെ വിട്ടയക്കാൻ നീ വിസമ്മതിച്ചാൽ തവളകളെ അയച്ച് ഞാൻ നിൻ്റെ രാജ്യത്തെ പീഡിപ്പിക്കും. എന്നെ ആരാധിക്കാനായി എൻ്റെ ജനത്തെ വിട്ടയക്കുക. പക്ഷേ ഇസ്രായേൽ ജനത്തെ വിട്ടയക്കുന്നില്ല. പുറപ്പാട് 8-ാം അധ്യായം 27 മുതൽ കർത്താവിൻ്റെ കൽപ്പന അനുസരിച്ച് ഞങ്ങൾ 3 ദിവസത്തെ യാത്ര ചെയ്ത് മരുഭൂമിയിൽ വച്ച് ഞങ്ങളുടെ ദൈവമായ കർത്താവിന് ബലിയർപ്പിക്കട്ടെ. അപ്പോൾ ഫറവോ പറഞ്ഞു, നിങ്ങളുടെ ദൈവമായ കർത്താവിന് മരുഭൂമിയിൽ ബലിയർപ്പിക്കാൻ ഞാൻ നിങ്ങളെ വിട്ടയക്കാം, എന്നാൽ നിങ്ങൾ വളരെ അകലെ പോകരുത്. പുറപ്പാട് 9-ാം അധ്യായം 1 മുതൽ കർത്താവ് മോശയോട് വീണ്ടും അരുളി ചെയ്തു, ഫറവോയുടെ അടുക്കൽ ചെന്ന് പറയുക, എബ്രായരുടെ ദൈവമായ കർത്താവ് കൽപ്പിക്കുന്നു, എന്നെ ആരാധിക്കാൻ വേണ്ടി എൻ്റെ ജനത്തെ വിട്ടയക്കുക.
എന്നെ ആരാധിക്കുന്നതിന് വേണ്ടി എൻ്റെ ജനത്തെ വിട്ടയക്കുക. ഇസ്രായേൽ മക്കളോട് ഫറവോ പറയുന്നത്, നിങ്ങൾക്ക് ദൈവത്തെ ആരാധിക്കാം, പക്ഷേ ഈജിപ്തിൽ നിന്നുകൊണ്ട് തന്നെ നിങ്ങൾ ദൈവത്തെ ആരാധിക്കുക. പക്ഷേ ദൈവം പറഞ്ഞത്, കർത്താവിൻ്റെ കൽപ്പന അനുസരിച്ച് ഞങ്ങൾ 3 ദിവസത്തെ യാത്ര ചെയ്ത് മരുഭൂമിയിൽ വെച്ച് ഞങ്ങളുടെ ദൈവമായ കർത്താവിന് ബലിയർപ്പിക്കട്ടെ. അതിന് ഫറവോ അനുവദിക്കുന്നില്ല. നിങ്ങൾ അധികം ദൂരെയൊന്നും പോകേണ്ട, ഈജിപ്തിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ട് തന്നെ നിങ്ങൾ ദൈവത്തെ ആരാധിക്കുക. ആത്മീയമായി ഇത് ഇന്നും തുടരുകയാണ്. അന്ന് ഫറവോ ആണ് ഇസ്രായേൽ മക്കളെ ആരാധിക്കാനായി വിട്ടയക്കാതെ തടഞ്ഞത്. അങ്ങനെ ദൈവം ബാധകൾ അയച്ചു, ഒടുവിൽ വിട്ടയക്കേണ്ടി വന്നു. ഇന്നും ഇതുപോലെ ഞങ്ങളാണ് ക്രിസ്തുവിൻ്റെ പകരക്കാർ, ഞങ്ങൾക്കാണ് ക്രിസ്തു അധികാരം തന്നിട്ടുള്ളത്, ഞങ്ങൾ പറയുന്നത് പോലെ നിങ്ങൾ അനുസരിക്കണം, നിങ്ങൾ ആരോട് പ്രാർത്ഥിക്കണം, നിങ്ങൾ ഏതൊക്കെ ചടങ്ങുകൾ നടത്തണം, ഇതൊക്കെ ഞങ്ങൾ തീരുമാനിക്കാം, ഇതൊക്കെ തീരുമാനിക്കാനുള്ള അധികാരം ഞങ്ങൾക്കുണ്ട്, നിങ്ങൾ കർത്താവിനെ വിളിച്ച് അപേക്ഷിച്ചോളൂ, പക്ഷേ ഈജിപ്തിൽ തന്നെ നിൽക്കണം, നിങ്ങളൊരിക്കലും ഇവിടം വിട്ട് പോകരുത്. കാരണം ഈജിപ്തിൻ്റെ അകത്ത് നിന്ന് എവിടെ ആരാധിച്ചാലും അവിടെയെല്ലാം ഫറവോയ്ക്ക് സ്വാധീനമുണ്ട്. പക്ഷേ ദൈവം പറഞ്ഞത് 3 ദിവസത്തെ വഴി യാത്ര ചെയ്ത് നിങ്ങൾ എന്നെ ആരാധിക്കണം. ഇന്ന് ഫറവോ ഇല്ല, ഫറവോ മരിച്ചുപോയി, ആ ജനങ്ങളും മരിച്ചുപോയി. പക്ഷേ ഫറവോയുടെ ദുരാത്മാവ് മരിച്ചിട്ടില്ല. അത് ഇന്ന് ചില നേതാക്കളിൽ, പ്രത്യേകിച്ച് ഞങ്ങളാണ് ക്രിസ്തുവിൻ്റെ അടുത്ത വ്യക്തികളെന്ന് അവകാശപ്പെടുന്ന ചില വ്യക്തികളിലൂടെ പ്രവേശിച്ച് അവരാണ് ഇന്ന് ജനത്തെ ആത്മാവിലും സത്യത്തിലും ദൈവത്തെ ആരാധിക്കുവാൻ തടസ്സം സൃഷ്ടിക്കുന്നവർ. ദൈവത്തിൻ്റെ വചനത്തിലെ യഥാർത്ഥ പ്രബോധനങ്ങൾ അനുസരിക്കാൻ ഒരുവൻ തീരുമാനിച്ചാൽ ഞങ്ങൾക്ക് വലിയ അധികാരമുണ്ട് എന്ന് നടിക്കുന്ന പലരുമാണ് അതിനെ തടുക്കാനായി മുന്നോട്ട് വരുന്നത്. ഞാനും ഒരു കാലത്ത് ഫറവോന്റെ കോട്ടയ്ക്കുള്ളിലായിരുന്നു, എന്നാൽ കർത്താവ് എന്നെ അതിൽ നിന്ന് വിടുവിച്ചു. പ്രൈസ് ദ ലോർഡ്. എൻ സങ്കടങ്ങൾ സകലവും തീർന്നു പോയി, സംഹാരദൂതൻ എന്നെ കടന്നുപോയി, സംഹാരദൂതൻ എന്നെ കടന്നുപോയി. ഫറവോനു ഞാനിനി അടിമയല്ല, ഫറവോനു ഞാനിനി അടിമയല്ല, പരമസിയോനിൽ ഞാൻ അന്യനല്ല, പരമസിയോനിൽ ഞാൻ അന്യനല്ല. എൻ സങ്കടങ്ങൾ സകലവും തീർന്നു പോയി, സംഹാരദൂതൻ എന്നെ കടന്നുപോയി, സംഹാരദൂതൻ എന്നെ കടന്നുപോയി. കുഞ്ഞാടിൻ്റെ വിലയേറിയ ദിനത്തിൽ, കുഞ്ഞാടിൻ്റെ വിലയേറിയ ദിനത്തിൽ മറഞ്ഞു ഞാൻ രക്ഷിക്കപ്പെട്ട ക്ഷണത്തിൽ, മറഞ്ഞു ഞാൻ രക്ഷിക്കപ്പെട്ട ക്ഷണത്തിൽ. എൻ സങ്കടങ്ങൾ സകലവും തീർന്നു പോയി, സംഹാരദൂതൻ എന്നെ കടന്നുപോയി, സംഹാരദൂതൻ എന്നെ കടന്നുപോയി. ഫറവോനു ഞാനിനി അടിമയല്ല, ഫറവോനു ഞാനിനി അടിമയല്ല, പരമസിയോനിൽ ഞാൻ അന്യനല്ല, പരമസിയോനിൽ ഞാൻ അന്യനല്ല. എൻ സങ്കടങ്ങൾ സകലവും തീർന്നു പോയി, സംഹാരദൂതൻ എന്നെ കടന്നുപോയി. ആനന്ദമേ പരമാനന്ദമേ, ആനന്ദമേ പരമാനന്ദമേ, കനാൻ ജീവിതം എനിക്കാനന്ദമേ, കനാൻ ജീവിതം എനിക്കാനന്ദമേ. എൻ സങ്കടങ്ങൾ സകലവും തീർന്നു പോയി, സംഹാരദൂതൻ എന്നെ കടന്നുപോയി, സംഹാരദൂതൻ എന്നെ കടന്നുപോയി. ഇന്ന് പലരും ഫറവോൻ്റെ കോട്ടയ്ക്കുള്ളിൽ തന്നെയാണ് താമസിക്കുന്നത്.
ദൈവത്തിൻ്റെ വചനത്തിന് വിരുദ്ധമായ പാരമ്പര്യങ്ങൾ, ലോകത്തിൻ്റെ വഴി, അവർ ദൈവത്തിൻ്റെ കൽപ്പനകൾ അനുസരിക്കുകയില്ല, മാനുഷികമായ പാരമ്പര്യങ്ങൾ പാലിക്കുന്നു. വാസ്തവത്തിൽ വീണ്ടും ജനിച്ചിട്ടില്ല, വിശ്വസിച്ച് സ്നാനം സ്വീകരിച്ചിട്ടില്ല. എന്നാൽ ഫറവോൻ്റെ കോട്ടയ്ക്കകത്ത് ഇരുന്നു കൊണ്ട് പാരമ്പര്യത്തെ മുറുകെ പിടിച്ചുകൊണ്ട് അവരും പാടാറുണ്ട്, എൻ സങ്കടങ്ങൾ സകലവും തീർന്നുപോയി, സംഹാരദൂതൻ എന്നെ കടന്നുപോയി. എന്നാൽ ഫറവോയുടെ കോട്ടയ്ക്കകത്തിരുന്നു കൊണ്ട് അതിൽ നിന്ന് പുറത്തു കടക്കാൻ മനസ്സില്ലാത്ത എല്ലാവരും വാസ്തവത്തിൽ എന്താണ് പാടേണ്ടത്? എൻ സങ്കടങ്ങൾ സകലവും തീർന്നു പോയില്ല, സംഹാരദൂതൻ എന്നെ നശിപ്പിക്കുന്നേ, സംഹാരദൂതൻ എന്നെ നശിപ്പിക്കുന്നേ. എൻ സങ്കടങ്ങൾ സകലവും തീർന്നു പോയില്ല, സംഹാരദൂതൻ എന്നെ നശിപ്പിക്കുന്നേ. ഫറവോനു ഞാനെന്നും അടിമ തന്നെ, ഫറവോനു ഞാനെന്നും അടിമ തന്നെ, പരമസിയോനിൽ ഞാൻ കടക്കയില്ല, പരമസിയോനിൽ ഞാൻ കടക്കയില്ല. എൻ സങ്കടങ്ങൾ സകലവും തീർന്നു പോയില്ല, സംഹാരദൂതൻ എന്നെ നശിപ്പിക്കുന്നേ, സംഹാരദൂതൻ എന്നെ നശിപ്പിക്കുന്നേ. ഇന്ന് ചിലർ അവർ ജനിച്ചു വളർന്ന സഭയെ അനുസരിക്കുവാൻ വേണ്ടി പ്രതിജ്ഞ ചെയ്യാറുണ്ട്. അങ്ങനെ ചെയ്യുവാൻ ബൈബിൾ പറയുന്നുണ്ടോ? നാം വ്യത്യസ്തമായ സഭകളിൽ, വ്യത്യസ്തമായ സമുദായങ്ങളിലൊക്കെയാണ് ജനിച്ച് വളരുന്നത്. നാം ജനിച്ചു വളരുന്ന സഭയോടോ സമുദായത്തോടോ നമുക്ക് സ്നേഹം തോന്നുക അത് സ്വാഭാവികമാണ്. എന്നാൽ നാം ഏത് സമുദായത്തിലാണോ ജനിച്ചത് ആ സമുദായത്തിൻ്റെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും പാലിക്കാൻ വേണ്ടി സമ്പൂർണ്ണ സമർപ്പണം നടത്തണം. ആ പ്രസ്ഥാനത്തെ ആജീവനാന്തം ഞാൻ അനുസരിക്കാം. അങ്ങനെ ഒരു ഉടമ്പടി ചെയ്യുവാൻ, ഒരു അനുസരണ വ്രതമെടുക്കുവാൻ ബൈബിൾ പറയുന്നില്ല. ബൈബിൾ നമ്മോട് പറയുന്നത്, നിൻ്റെ ദൈവമായ കർത്താവിനെ നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും സർവശക്തിയോടും കൂടെ സ്നേഹിക്കണം. ഇന്ന് നാം കാണുന്ന പല സമുദായങ്ങളിലും പല സഭാ സംഘടനകളിലും ഉള്ള ആചാരങ്ങളും അവിടുത്തെ വിശ്വാസവും ബൈബിളുമായി ഒത്തുചേരുന്നതല്ല. അതുകൊണ്ട് നാം ജനിച്ചു വളർന്ന സഭയിലെ നേതാക്കളെയും അതിലെ ആചാരങ്ങളെയും അതിലെ വിശ്വാസ പ്രമാണങ്ങളെയും അനുസരിക്കുവാൻ നാം ഒരു അനുസരണ വ്രതം എടുത്താൽ നമുക്ക് സർവശക്തനായ കർത്താവിനെ അനുസരിക്കാൻ കഴിയുകയില്ല. ഇന്ന് പലരും വല്ലാത്ത കുടുക്കിൽപ്പെട്ടിരിക്കുകയാണ്. കാരണം അവർ ജനിച്ചു വളർന്ന സഭാ സംഘടനയെ അനുസരിക്കാൻ വേണ്ടി ഒരു വ്രതം എടുത്തു. തദ്ഫലമായി ദൈവത്തിൻ്റെ വചനത്തിൽ കർത്താവ് കൽപ്പിച്ചിരിക്കുന്ന പല ഉപദേശങ്ങളും പ്രമാണങ്ങളും പ്രബോധനങ്ങളും അനുസരിച്ച് ജീവിക്കാൻ അവർക്ക് കഴിയുന്നില്ല. അപ്പസ്തലനായ പൗലോസ് ഒരു കാലത്ത് ന്യായപ്രമാണം പാലിക്കാൻ വേണ്ടി തൻ്റെ ജീവിതം മാറ്റിവെച്ചവനായിരുന്നു. പൗലോസ് ജനിച്ചു വളർന്നത് യഹൂദമത പശ്ചാത്തലത്തിലാണ്. അദ്ദേഹം അതുകൊണ്ട് ന്യായപ്രമാണം പഠിച്ചു, ന്യായപ്രമാണത്തെ സേവിച്ചു. ന്യായപ്രമാണത്തിന് വേണ്ടി തൻ്റെ ജീവിതം മാറ്റിവെക്കുവാൻ ഒരു സമർപ്പണം നടത്തിയവനാണ്. ന്യായപ്രമാണം തെറ്റുകൂടാതെ പാലിച്ചവനാണ് പൗലോസ് എന്ന് അദ്ദേഹം തന്നെ ഫിലിപ്പി ലേഖനം 3-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്. എന്നാൽ കർത്താവായ യേശു ക്രിസ്തു ദമാസ്കസിൻ്റെ പടിവാതിൽക്കൽ വെച്ച് പൗലോസിന് ദർശനം നൽകി. അപ്പോൾ പൗലോസ് ഇങ്ങനെ പറയുന്നില്ല, ഞാൻ ജനിച്ചു വളർന്ന സമുദായത്തെ അനുസരിക്കാനായി ഒരു അനുസരണ വ്രതം ഇതാ എടുക്കുന്നു. കർത്താവായ യേശു ക്രിസ്തു തനിക്ക് പ്രത്യക്ഷനായപ്പോൾ പൗലോസ് ചോദിക്കുന്നത്, കർത്താവേ ഞാൻ എന്തു ചെയ്യണം? അതിൻ്റെ അർത്ഥം കർത്താവ് എന്തു പറഞ്ഞാലും ഞാനത് ചെയ്യാം. ഒരു ക്രിസ്ത്യാനി അനുസരണ വ്രതം എടുക്കണം. എന്തിനു വേണ്ടി? കർത്താവിനെ അനുസരിക്കുവാൻ, അവിടുത്തെ വചനമനുസരിക്കുവാൻ ഒരു അനുസരണ വ്രതം എടുക്കണം. അല്ലാതെ ബൈബിൾ വചനങ്ങൾക്കെതിരെ നിലകൊള്ളുന്ന സഭാ സംഘടനയെ അനുസരിക്കുവാൻ ഒരു അനുസരണ വ്രതം എടുത്താൽ നമ്മളെല്ലാവരും കുടുങ്ങിപ്പോകും. അത് വല്ലാത്ത കുടുക്കമാണ്. പിന്നെ കർത്താവിനും
അവിടുത്തെ കൽപ്പനകൾക്കും വിശുദ്ധ ബൈബിളിനും കീഴ്പ്പെട്ട് നമുക്ക് ജീവിക്കാനായി സാധിക്കുകയില്ല. നേരത്തെ പറഞ്ഞല്ലോ, പല സഭാ സംഘടനകളും പഠിപ്പിക്കുന്ന പല ഉപദേശങ്ങളും വിശുദ്ധ ബൈബിളുമായി പൊരുത്തമുള്ളതല്ല. മാത്രമല്ല, ദൈവത്തിൻ്റെ വചനത്തിൽ ബൈബിളിൽ എന്താണോ എഴുതിയിരിക്കുന്നത് അതിന് നേരെ വിപരീതമായി പഠിപ്പിക്കുന്ന പല സഭാ സംവിധാനങ്ങളും ഇന്ന് ഈ ലോകത്തിലുണ്ട്. അതുകൊണ്ട് പൗലോസ് ചോദിച്ചതുപോലെ നാം ചോദിക്കേണ്ടത്, കർത്താവേ, ഞാൻ എന്താണ് ചെയ്യേണ്ടത്? അതിൻ്റെ അർത്ഥം കർത്താവ് എന്ത് പറഞ്ഞാലും ഞാൻ അനുസരിക്കാം. ഇന്ന് കർത്താവ് എങ്ങനെയാണ് നമ്മോട് സംസാരിക്കുന്നത്? അവിടുത്തെ മാറ്റമില്ലാത്ത വചനം വിശുദ്ധ ബൈബിളിലൂടെയാണ് കർത്താവ് നമ്മോട് സംസാരിക്കുന്നത്. എന്നാൽ നാം ഏതെങ്കിലും സഭാപ്രസ്ഥാനത്തെ അനുസരിക്കുവാൻ ഒരു വ്രതമെടുത്താൽ ബൈബിളിൽ എന്ത് പറഞ്ഞാലും നാം അത് കൂട്ടാക്കുകയില്ല. മറിച്ച് നാം ഏത് പ്രസ്ഥാനത്തെ സേവിക്കുവാൻ പ്രതിജ്ഞയെടുത്തോ ആ പ്രസ്ഥാനത്തിലെ നേതാക്കളെയും ആ പ്രസ്ഥാനം പഠിപ്പിക്കുന്ന ആചാരങ്ങൾ, ചടങ്ങുകൾ അത് ബൈബിളിന് എതിരാണ് എങ്കിലും നാം അത് വിശ്വസിക്കുകയും മറ്റുള്ളവരെ അത് വിശ്വസിക്കുവാൻ പഠിപ്പിക്കുകയും ചെയ്യും. നാമോ രക്ഷ പ്രാപിക്കുകയില്ല, മറ്റുള്ളവർക്കും യഥാർത്ഥ രക്ഷയുടെ വഴി പഠിപ്പിച്ചു കൊടുക്കുവാൻ നമുക്ക് സാധിക്കുകയില്ല. റോമാലേഖനം 12-ാം അധ്യായം 1-ാം വാക്യം നമ്മോട് പറയുന്നത്, നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് സ്വീകാര്യവുമായ യാഗമായി സമർപ്പിക്കുവിൻ. സമർപ്പണം, സമ്പൂർണ്ണ അനുസരണം. ഏതെങ്കിലും സഭാ സംഘടനയെ സേവിക്കാൻ വേണ്ടി നിങ്ങളുടെ ശരീരത്തെ സമർപ്പിക്കാനല്ല അവിടെ എഴുതിയിരിക്കുന്നത്. കർത്താവായ യേശുവിനെ അനുസരിക്കുവാൻ ഒരു അനുസരണ വ്രതം നാം എടുക്കണം. 1 കൊറിന്തോസ് 16-ാം അധ്യായം 22-ാം വാക്യം, ആരെങ്കിലും കർത്താവിനെ സ്നേഹിക്കുന്നില്ലെങ്കിൽ അവൻ ശപിക്കപ്പെട്ടവനാകട്ടെ, ഞങ്ങളുടെ കർത്താവേ വന്നാലും. ആരെങ്കിലും കർത്താവിനെ സ്നേഹിക്കുന്നില്ലെങ്കിൽ അവൻ ശപിക്കപ്പെട്ടവനാകട്ടെ, ഞങ്ങളുടെ കർത്താവേ വന്നാലും. യേശു പറഞ്ഞിട്ടുണ്ട്, എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ കൽപ്പനകൾ പാലിക്കും. എന്നാൽ നാം കർത്താവിൻ്റെ കൽപ്പനകളെ, അവിടുത്തെ വചനങ്ങളെ സ്നേഹിക്കാതെ, ക്രിസ്തു പഠിപ്പിച്ച പ്രബോധനങ്ങളെ അനുസരിക്കാതെ, ഏതോ സഭാസംഘടനയുടെ വചനവിരുദ്ധങ്ങളായ പാരമ്പര്യങ്ങളെ മുറുകെ പിടിക്കുന്നവരാണെങ്കിൽ ശപിക്കപ്പെട്ടവരുടെ ഗണത്തിൽ കർത്താവ് നമ്മളെയും നിർത്തും. കർത്താവിനെ സ്നേഹിക്കാതിരിക്കുക ഇത്ര വലിയ കുറ്റമാണോ? അതെ, കുറ്റം തന്നെയാണ്. യേശു നമ്മെ എത്രമാത്രം സ്നേഹിച്ചവനാണ്. നമ്മുടെ പാപങ്ങളുടെ മോചനത്തിന് വേണ്ടി സ്വന്തം രക്തം ചിന്തി അവിടുന്ന് മരിച്ചു. ഈ കർത്താവ് നമ്മിൽ നിന്ന് ആവശ്യപ്പെടുന്നത് നാം പൂർണ്ണ ഹൃദയത്തോടെ അവിടുത്തെയും സ്നേഹിക്കണമെന്നാണ്. എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ വചനം പാലിക്കും. എന്നാൽ നമ്മൾ കർത്താവിനെ സ്നേഹിക്കാതെ, അവിടുത്തെ വചനത്തെ സ്നേഹിക്കാതെ, ഏതെങ്കിലും സഭാസംഘടനയെ സ്നേഹിച്ചുകൊണ്ട് ആ സംഘടനയുടെ വചനവിരുദ്ധങ്ങളായ ആചാരങ്ങൾ, ജപങ്ങൾ, പാരമ്പര്യങ്ങൾ, ക്രിസ്തുവിൻ്റെ പ്രബോധനത്തെ നിഷേധിക്കുന്ന ദുരുപദേശങ്ങൾ, അവയെ മുറുകെ പിടിക്കുന്നവരാണെങ്കിൽ തീർച്ചയായും ശപിക്കപ്പെട്ടവരുടെ ഗണത്തിൽ ഉൾപ്പെടുവാൻ നമ്മൾ യോഗ്യർ തന്നെയാണ്. കർത്താവിനെ സ്നേഹിക്കാത്തവർ ഏതു രീതിയിലുള്ള ശാപത്തിനാണ് ഇരയാകുക? അത് ഈ വാക്യത്തിൽ വ്യക്തമായി പറയുന്നുണ്ട്. 1 കൊറിന്തോസ് 16-ാം അധ്യായം 22-ാം വാക്യം വീണ്ടും വായിക്കുന്നു, ആരെങ്കിലും കർത്താവിനെ സ്നേഹിക്കുന്നില്ലെങ്കിൽ അവൻ ശപിക്കപ്പെട്ടവനാകട്ടെ, ഞങ്ങളുടെ കർത്താവേ വന്നാലും. ഏതാണ് ഈ ശാപം? യേശുവിൻ്റെ രണ്ടാമത്തെ വരവിൽ തള്ളപ്പെടുക. ഇതിനേക്കാൾ വലിയൊരു ശാപം ഒരു ക്രിസ്ത്യാനിയുടെ മേൽ വരാനില്ല. ക്രിസ്തുവിൻ്റെ പ്രബോധനങ്ങൾക്ക് വിരുദ്ധമായി പോകുന്ന ഏതെങ്കിലും സംഘടനകളുടെ ഉപദേശങ്ങൾക്കും ആചാരങ്ങൾക്കും അനുഷ്ഠാനങ്ങൾക്കും വിധേയരായി ജീവിച്ചാൽ അങ്ങനെയുള്ളവരെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാമെന്ന് യേശുക്രിസ്തു നമുക്ക് വാഗ്ദത്തം തന്നിട്ടില്ല. എന്നാൽ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ വചനത്തിന് കീഴ്പ്പെട്ട് ജീവിച്ചാൽ യേശുക്രിസ്തുവിൻ്റെ രണ്ടാമത്തെ വരവിൽ സ്വർഗത്തിലേക്ക് പോകാൻ കഴിയും.
ഇന്ന് ഭൂമിയിൽ ധാരാളം സഭാ സംഘടനകളും അവയ്ക്കെല്ലാം നേതാക്കന്മാരുമുണ്ട്. ഈ സഭാ സംഘടനകൾക്കോ അതിലെ നേതാക്കൾക്കോ നമ്മളെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുവാനുള്ള കഴിവില്ല. എന്നാൽ ആരാണോ യേശുവിൻ്റെ വചനം പാലിച്ച് ജീവിക്കുന്നത് അവൻ നിശ്ചയമായും യേശുക്രിസ്തുവിൻ്റെ രണ്ടാമത്തെ വരവിൽ സ്വർഗത്തിലേക്ക് എടുക്കപ്പെടും. അവൻ ഒരിക്കലും ശപിക്കപ്പെട്ടവരുടെ ഗണത്തിൽ ഉൾപ്പെടുകയില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സഭയെ അനുസരിച്ചാൽ ദൈവത്തെ അനുസരിക്കുന്നതിന് തുല്യമാണ് എന്ന് ചിലർ ചിന്തിക്കുന്നു. അത് ശരിയാണോ? ചിലരെ സംബന്ധിച്ച് അത് ശരിയാണ്. കാരണം അവരുടെ ദൈവം കർത്താവല്ല, സഭയാണ്. കർത്താവ് എന്ത് പറഞ്ഞിട്ടുണ്ടോ, ബൈബിളിൽ എന്ത് പറഞ്ഞിട്ടുണ്ടോ അതൊന്നും വിഷയമേ അല്ല. ഞങ്ങളുടെ സഭ ഇന്നതാണ് പഠിപ്പിക്കുന്നത്, ഞങ്ങളുടെ സഭാ നേതാക്കൾ ഇപ്രകാരമാണ് പറഞ്ഞിരിക്കുന്നത്, അതുകൊണ്ട് ബൈബിളിൽ എന്ത് പറഞ്ഞാലും ഞങ്ങളത് അനുസരിക്കുകയില്ല. കാരണം അവരെ സംബന്ധിച്ച് കർത്താവല്ല, ആ സഭയാണ് അവരുടെ ദൈവം. അതുകൊണ്ടാണ് ആ സഭയെ ആജീവനാന്തം സേവിക്കുവാൻ അവർ തീരുമാനമെടുക്കുന്നത്. ഇന്ന് പലരും വളരെ സമർത്ഥമായി കബളിപ്പിക്കപ്പെട്ടിരിക്കുകയാണ്. വിശുദ്ധ ബൈബിളിലെ ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത പ്രമാണങ്ങൾക്ക് വിരുദ്ധമായ പ്രാർത്ഥനാ മെത്തേഡുകളും ആരാധനാ രീതികളും പാരമ്പര്യങ്ങളുമായി മുന്നോട്ട് പോകുമ്പോൾ പലർക്കും യാതൊരു മനസാക്ഷിക്കുത്തുമില്ല. ഞങ്ങൾ ചെയ്യുന്നത് പാപമാണ് എന്നുള്ള ചിന്ത പോലുമില്ല. കാരണം അവർ കണ്ണടച്ച് സഭയെ വിശ്വസിക്കുകയാണ്. കാരണം കർത്താവിൻ്റെ സ്ഥാനം സഭയ്ക്കാണ് അവർ നൽകിയിരിക്കുന്നത്. കർത്താവ് പറഞ്ഞതിന് അല്പം പോലും വില കൊടുക്കാതെ സഭാ സംഘടന പറഞ്ഞതിന് വലിയ പ്രാധാന്യം കൊടുക്കുന്നു. ഇന്ന് ലോകത്തിൽ ധാരാളം ക്രിസ്തീയ സഭകളുണ്ട്. എന്നാൽ ഏതാണ് സത്യസഭ? ആയിരക്കണക്കിന് ക്രിസ്തീയ സഭകൾ ഇന്ന് ഈ ലോകത്തിലുണ്ട്. ഓരോ സഭയും പറയും ഞങ്ങളുടെ സഭയാണ് സത്യസഭ, ഞങ്ങളുടെ സഭയാണ് തിരുസഭ, ഇതാണ് ഏറ്റവും നല്ല സഭ. ഏതെങ്കിലും ഒരു പ്രത്യേക സഭ ഞങ്ങളുടെ സഭയാണ് വല്ലാത്ത സഭ, ഞങ്ങളുടെ സഭയാണ് വിശുദ്ധ സഭ എന്ന് അവകാശപ്പെട്ടതുകൊണ്ട് മാത്രം ആ സഭ യഥാർത്ഥ സഭ, സത്യസഭ ആകണമെന്ന് നിർബന്ധമില്ല. നാം കബളിപ്പിക്കപ്പെടരുത്. തെസലോനിക്ക ലേഖനം നമ്മോട് പറയുന്നത് എല്ലാം പരിശോധിച്ച് നോക്കുവിൻ. ഒരു യഥാർത്ഥ സഭയെ തിരിച്ചറിയാനുള്ള ലക്ഷണങ്ങൾ വിശുദ്ധ ബൈബിളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. നാം ഇപ്പോൾ ഉൾപ്പെട്ട് നിൽക്കുന്ന സഭയിൽ ദൈവത്തിൻ്റെ വചനത്തിലെ യഥാർത്ഥ സത്യങ്ങൾ മായം ചേർക്കാതെ അവിടെ കാണുന്നുവെങ്കിൽ മാത്രമാണ് അത് യഥാർത്ഥ സഭ. ദൈവത്തിൻ്റെ വചനപ്രകാരം നാം ഇന്ന് കാണുന്ന സഭകളെ പരിശോധിക്കണം. എന്നിട്ട് നാം തന്നെ സത്യം കണ്ടെത്തണം. അപ്പസ്തോല പ്രവർത്തനം 2-ാം അധ്യായം 1 വായിച്ചാൽ യഥാർത്ഥ ക്രിസ്തീയ സഭ ഏതാണെന്ന് മനസ്സിലാക്കുവാൻ പെട്ടെന്ന് നമുക്ക് സാധിക്കും. പെന്തക്കോസ്ത് നാളിൽ പരിശുദ്ധാത്മ നിറവിൽ അപ്പസ്തോലനായ പത്രോസ് സുവിശേഷം പ്രസംഗിക്കുന്നു. സുവിശേഷം വിശ്വസിച്ചവർ മാനസാന്തരപ്പെടുന്നു, അവർ സ്നാനപ്പെടുന്നു, അപ്പം മുറിക്കലിൽ അവർ പങ്കുകാരാകുന്നു. അങ്ങനെയാണ് ക്രിസ്തുവിൻ്റെ സഭ ഈ ഭൂമിയിൽ സ്ഥാപിതമായത്. യേശുക്രിസ്തു സ്ഥാപിച്ച സഭയിൽ ഉണ്ടായിരിക്കേണ്ട ചില കാര്യങ്ങൾ അവിടെ എഴുതിയിട്ടുണ്ട്. അപ്പസ്തോല പ്രവർത്തനങ്ങൾ 2-ാം അധ്യായം 37 മുതൽ വായിക്കുന്നു. ഇത് കേട്ടപ്പോൾ അവർ ഹൃദയം നുറുങ്ങി പത്രോസിനോടും മറ്റ് അപ്പസ്തോലന്മാരോടും ചോദിച്ചു, സഹോദരന്മാരെ, ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? പത്രോസ് പറഞ്ഞു, നിങ്ങൾ പശ്ചാത്തപിക്കുവിൻ. പാപമോചനത്തിനായി എല്ലാവരും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നാനം സ്വീകരിക്കുവിൻ. പരിശുദ്ധാത്മാവിൻ്റെ ദാനം നിങ്ങൾക്ക് ലഭിക്കും. ഈ വാഗ്ദാനം നിങ്ങൾക്കും നിങ്ങളുടെ സന്താനങ്ങൾക്കും വിദൂരസ്ഥർക്കും നമ്മുടെ ദൈവമായ കർത്താവ് തൻ്റെ അടുക്കലേക്ക് വിളിക്കുന്ന എല്ലാവർക്കും ഉള്ളതാണ്. അവൻ മറ്റു പല വചനങ്ങളാലും അവർക്ക് സാക്ഷ്യം നൽകുകയും ഈ ദുഷിച്ച തലമുറയിൽ നിന്ന് നിങ്ങളെ തന്നെ രക്ഷിക്കുവിൻ എന്നുപദേശിക്കുകയും ചെയ്തു. അവൻ്റെ വചനം ശ്രവിച്ചവർ സ്നാനം സ്വീകരിച്ചു. ആ ദിവസം തന്നെ 3000-ഓളം ആളുകൾ അവരോട് ചേർന്നു. യേശുക്രിസ്തു സ്ഥാപിച്ച യഥാർത്ഥ സഭയുടെ ലക്ഷണങ്ങൾ ഇപ്പോൾ വായിച്ച വചനഭാഗത്തിൽ
വളരെ വ്യക്തമാണ്. യേശുക്രിസ്തു മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു. അത് കേൾവിക്കാരായ നിങ്ങളുടെ പാപമോചനത്തിനും ആത്മരക്ഷയ്ക്കും വേണ്ടിയാണ് എന്നുള്ള സുവിശേഷം പത്രോസ് പ്രസംഗിച്ചപ്പോൾ കേൾവിക്കാരുടെ പ്രതികരണമാണ് 37 വാക്യം. ഇതു കേട്ടപ്പോൾ അവർ ഹൃദയം നുറുങ്ങി പത്രോസിനോടും മറ്റ് അപ്പോസ്തലന്മാരോടും ചോദിച്ചു, സഹോദരന്മാരെ, ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? 38 വാക്യം. പത്രോസ് പറഞ്ഞു, നിങ്ങൾ പശ്ചാത്തപിക്കുവിൻ, പാപമോചനത്തിനായി എല്ലാവരും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നാനം സ്വീകരിക്കുവിൻ, പരിശുദ്ധാത്മാവ് എന്ന ദാനം നിങ്ങൾക്ക് ലഭിക്കും. ഒന്നാമതായി, ക്രിസ്തു സ്ഥാപിച്ച സഭയിൽ ഉണ്ടായിരിക്കേണ്ട വിശ്വാസികൾ എപ്രകാരമായിരിക്കണം? അവർ ദൈവത്തിൻ്റെ വചനം കേട്ട് മാനസാന്തരപ്പെട്ടവരായിരിക്കണം. ഒന്നാമതായി, സുവിശേഷം കേട്ട് മാനസാന്തരപ്പെട്ടവരായിരിക്കണം ഒരു സഭയിലെ അംഗങ്ങൾ. രണ്ടാമതായി, മാനസാന്തരപ്പെട്ട ഇവർ സ്നാനം സ്വീകരിച്ചവരായിരിക്കണം. പത്രോസ് പ്രസംഗിച്ചപ്പോൾ മാനസാന്തരപ്പെട്ട 3000-ഓളം പേർ സ്നാനം സ്വീകരിച്ചു. മാനസാന്തരപ്പെടാത്ത ഒറ്റ വ്യക്തിയെയും പത്രോസ് സ്നാനപ്പെടുത്തിയില്ല. മാനസാന്തരപ്പെടാൻ മനസ്സില്ലാത്തവരെയോ മാനസാന്തരം എന്തെന്ന് തിരിച്ചറിയാൻ കഴിവില്ലാത്ത പൈതങ്ങളെയോ പത്രോസ് സ്നാനപ്പെടുത്തിയില്ല. പിന്നെയോ മാനസാന്തരപ്പെട്ടവരെ മാത്രം സ്നാനപ്പെടുത്തി. അതുകൊണ്ട് ക്രിസ്തു സ്ഥാപിച്ച യഥാർത്ഥ സഭയെ തിരിച്ചറിയാനുള്ള ലക്ഷണങ്ങളിലൊന്ന്, ആ സഭയിലെ വിശ്വാസികൾ മാനസാന്തരപ്പെട്ടതിന് ശേഷം സ്നാനം സ്വീകരിച്ചവരാണോ എന്ന് പരിശോധിച്ചറിയണം. പരിശുദ്ധാത്മാവ് എന്ന ദാനം നിങ്ങൾക്ക് ലഭിക്കും. ഈ വാഗ്ദാനം നിങ്ങൾക്കും നിങ്ങളുടെ സന്താനങ്ങൾക്കും വിദൂരസ്ഥർക്കും നമ്മുടെ ദൈവമായ കർത്താവ് തൻ്റെ അടുക്കിലേക്ക് വിളിക്കുന്ന എല്ലാവർക്കും ഉള്ളതാണ്. അടുത്തതായി, ക്രിസ്തു സ്ഥാപിച്ച ഒരു സഭയെ തിരിച്ചറിയാനുള്ള ലക്ഷണം, ആ സഭയിലുള്ള അംഗങ്ങൾ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചവരായിരിക്കണം. നമ്മൾ ആരാധിക്കാനായി പോകുന്ന ചർച്ചിൽ നമ്മുടെ ഇടത്തും വലത്തും നിൽക്കുന്ന വ്യക്തികൾ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചവരാണോ, അതോ പരിശുദ്ധാത്മാവ് എന്താണെന്ന് പോലും അറിയാത്ത വ്യക്തികളാണോ നമ്മുടെ ഇടത്തും വലത്തുമായി നിൽക്കുന്നത്? പരിശോധിച്ചറിയണം. ദൈവത്തിൻ്റെ വചനത്തെക്കുറിച്ച് ബോധ്യമില്ല, മാനസാന്തരപ്പെട്ടതിന് ശേഷം സ്നാനപ്പെട്ടിട്ടില്ല, മദ്യപിക്കുന്നു, പണത്തിൻ്റെ പുറകെ പോകുന്നു, ഇങ്ങനെയുള്ള വ്യക്തികളൊക്കെയാണോ നമ്മൾ ആരാധിക്കുവാനായി ചർച്ചിൽ നിൽക്കുമ്പോൾ നമ്മുടെ ഇടത്തും വലത്തും മുന്നിലും പിന്നിലുമായി നിൽക്കുന്നത്? അങ്ങനെയാണെങ്കിൽ ആ സഭ ക്രിസ്തു സ്ഥാപിച്ച സഭയല്ല. യേശുക്രിസ്തു സ്ഥാപിച്ച സഭയിലെ വ്യക്തികൾ വചനം കേട്ട് മാനസാന്തരപ്പെട്ടവരും പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചവരും ആയിരിക്കണം. എന്നാൽ നാം ആരാധിക്കാൻ പോകുന്ന ചർച്ചിലുള്ളവർക്ക് ഈ യോഗ്യതകളൊന്നുമില്ല എങ്കിൽ ആ ചർച്ചിനെ എങ്ങനെയാണ് ക്രിസ്തു സ്ഥാപിച്ച സഭ എന്ന് പറയാൻ കഴിയുക? 39 വാക്യത്തിൽ, ഈ വാഗ്ദാനം നിങ്ങൾക്കും നിങ്ങളുടെ സന്താനങ്ങൾക്കും വിദൂരസ്ഥർക്കും നമ്മുടെ ദൈവമായ കർത്താവ് തൻ്റെ അടുക്കലേക്ക് വിളിക്കുന്ന എല്ലാവർക്കും ഉള്ളതാണ്. നമ്മുടെ ദൈവമായ കർത്താവ് തൻ്റെ അടുക്കലേക്ക് വിളിക്കുന്ന എല്ലാവർക്കും ഉള്ളതാണ്. അതായത് ക്രിസ്തു സ്ഥാപിച്ച സഭയിലെ വിശ്വാസികൾ ക്രിസ്തുവിനാൽ തൻ്റെ അടുക്കലേക്ക് വിളിക്കപ്പെട്ടവരായിരിക്കണം, ദൈവത്തിൻ്റെ വിളി ലഭിച്ചവരായിരിക്കണം, അല്ലാതെ പെറ്റുപെരുകി ഉണ്ടാകുന്നതല്ല. യേശുക്രിസ്തു പറഞ്ഞിട്ടുണ്ട്, എൻ്റെ പിതാവിനാൽ ആകർഷിക്കപ്പെടാതെ ആർക്കും എൻ്റെ അടുക്കലേക്ക് വരാൻ സാധിക്കുകയില്ല. എന്നാൽ മാതാപിതാക്കൾ ക്രിസ്ത്യാനികളായതുകൊണ്ട് അവരുടെ മക്കൾ ക്രിസ്ത്യാനികളാകണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. നമുക്കറിയാമല്ലോ, ഇന്ന് ക്രിസ്തുവിൽ വിശ്വസിക്കാത്ത എത്രയോ ക്രിസ്ത്യാനികളെ നമുക്ക് കാണാൻ കഴിയും. ബൈബിൾ വിശ്വസിക്കാത്ത എത്രയോ ക്രിസ്ത്യാനികളുണ്ട്. ഇനി ബൈബിൾ മാത്രം പോരാ, നമുക്ക് പാരമ്പര്യവും വേണം എന്നൊക്കെ പറഞ്ഞ് നടക്കുന്ന എത്രയോ ക്രിസ്ത്യാനികളെ കാണാൻ കഴിയും. എന്നാൽ ക്രിസ്തു സ്ഥാപിച്ച സഭയിലെ അംഗങ്ങളുടെ പ്രത്യേകത, നമ്മുടെ ദൈവമായ കർത്താവ് തൻ്റെ അടുക്കലേക്ക് വിളിക്കുന്ന എല്ലാവരും,
പിതാവിനാൽ ആകർഷിക്കപ്പെട്ട വിശ്വാസികളാണ് ഒരു യഥാർത്ഥ സഭയിൽ ഉണ്ടാകേണ്ടത്. നാം ആരാധിക്കാൻ പോകുന്ന ചർച്ചിൽ പിതാവായ ദൈവത്താൽ ആകർഷിക്കപ്പെട്ട വിശ്വാസികളാണോ നിൽക്കുന്നത് എന്ന് നമുക്ക് പരിശോധിച്ചാൽ മനസ്സിലാക്കാൻ പറ്റും. പിതാവായ ദൈവത്താൽ ആകർഷിക്കപ്പെട്ട് യേശുക്രിസ്തുവിൻ്റെ അടുക്കലേക്ക് വന്നവരാരും തന്നെ മദ്യപിക്കുന്നവരും വിഗ്രഹത്തെ ആരാധിക്കുന്നവരും സ്വരൂപങ്ങളെ വണങ്ങുന്നവരും സാമ്പത്തിക കാര്യങ്ങളിൽ സൂത്രം കാണിക്കുന്നവരും ആയിരിക്കുകയില്ല. ഇനി 40-ാം വാക്യം, അവൻ മറ്റു പല വചനങ്ങളാലും അവർക്ക് സാക്ഷ്യം നൽകുകയും ഈ ദുഷിച്ച തലമുറയിൽ നിന്ന് നിങ്ങളെ തന്നെ രക്ഷിക്കുവിൻ എന്ന് ഉപദേശിക്കുകയും ചെയ്തു. ദുഷിച്ച ഈ തലമുറ, ഫിലിപ്പിയ ലേഖനം 2-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്നത് വക്രതയും വഴി പിഴച്ചതുമായ തലമുറ. അതാണ് ഈ തലമുറയുടെ പ്രത്യേകത. ഈ ദുഷിച്ച തലമുറയിൽ നിന്ന് നിങ്ങളെ തന്നെ രക്ഷിക്കുവിൻ എന്ന് ഉപദേശിക്കുകയും ചെയ്തു. ഈ തലമുറയുടെ പാപങ്ങളിലും ഈ തലമുറ ഇഷ്ടപ്പെടുന്ന വിജാതീയ ആചാരങ്ങളിലും വചനവിരുദ്ധങ്ങളായ പാരമ്പര്യങ്ങളിലും മുഴുകിക്കിടക്കുന്നവരാണ് നാം ആരാധിക്കാനായി പോകുന്ന ചർച്ചിലുള്ള അംഗങ്ങൾ എന്ന് പരിശോധിച്ചറിയണം. നാം ആരാധിക്കാനായി ചർച്ചിനകത്ത് ഇരിക്കുമ്പോൾ അവിടെ നടത്തപ്പെടുന്ന ആരാധനകൾ വിജാതീയ മതങ്ങളിൽ നിന്ന് കോപ്പി അടിച്ചതാണോ എന്ന് പരിശോധിക്കേണ്ടത് ആവശ്യം തന്നെയാണ്. വിജാതീയ ആചാരങ്ങളുടെ പേര് പോലും മാറ്റാതെ അതേ ആചാരങ്ങളാണ് അതിനകത്ത് നടക്കുന്നതെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും, ഇത് ക്രിസ്തു സ്ഥാപിച്ച സഭയല്ല. 42-ാം വാക്യത്തിൽ അവർ അപ്പസ്തോലന്മാരുടെ പ്രബോധനം, കൂട്ടായ്മ, അപ്പം മുറിക്കൽ, പ്രാർത്ഥന എന്നിവയിൽ സദാ താൽപര്യപൂർവം പങ്കുചേർന്നു. അപ്പസ്തോലന്മാരുടെ പ്രബോധനം, പത്രോസ്, യാക്കോബ്, യോഹന്നാൻ, പൗലോസ് ഇവരൊക്കെ അപ്പസ്തോലന്മാരാണ്. ഇവരുടെ പ്രബോധനങ്ങൾ ബൈബിളിലുണ്ട്. പൗലോസും പത്രോസും യോഹന്നാനും യാക്കോബും പഠിപ്പിച്ച യഥാർത്ഥ പ്രബോധനങ്ങളാണോ നാം ആരാധനയ്ക്കായി കൂടി വരുന്ന ചർച്ചിനകത്ത് മുഴങ്ങുന്നത്? നാം പരിശോധിക്കണം. അവർ അപ്പസ്തോലന്മാരുടെ പ്രബോധനം, കൂട്ടായ്മ, ഫെല്ലോഷിപ്പ്, ആരാധിക്കാനായി വരുന്ന ദൈവമക്കൾ തമ്മിലുള്ള സ്നേഹം, കൂട്ടായ്മ, അത് കാണാനുണ്ടോ? അത് നാം പോകുന്നിടത്തുണ്ടോ? ഒന്ന് ചെക്ക് ചെയ്യണം. അടുത്തതായി അപ്പം മുറിക്കൽ. ഇതൊരു പാപപരിഹാര ബലിയല്ല, എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിനെന്ന് പറഞ്ഞുകൊണ്ട് ക്രിസ്തു സ്ഥാപിച്ചതാണ്. അപ്പം മുറിക്കലിനെക്കുറിച്ച് ദൈവത്തിൻ്റെ വചനത്തിൽ വ്യക്തമായ ഉപദേശങ്ങളുണ്ട്. ക്രിസ്തു സ്ഥാപിച്ച അപ്പം മുറിക്കൽ ക്രിസ്തു പറഞ്ഞ പ്രകാരമാണോ അവിടെ നടത്തപ്പെടുന്നത്? പരിശോധിക്കണം. അപ്പസ്തോലന്മാരുടെ പ്രബോധനം, കൂട്ടായ്മ, അപ്പം മുറിക്കൽ, പ്രാർത്ഥന എന്നിവയിൽ സദാ താൽപര്യപൂർവം പങ്കുചേർന്നു. 2 കൊറിന്തോസ് 6-ാം അധ്യായം 14 മുതലുള്ള വാക്യങ്ങൾ, നിങ്ങൾ അവിശ്വാസികളുമായി കൂട്ടുചേരരുത്. പ്രകാശത്തിന് അന്ധകാരവുമായി എന്തു കൂട്ടുകെട്ടാണുള്ളത്? ക്രിസ്തുവിന് ബലിയാലുമായി എന്തു യോജിപ്പാണുള്ളത്? വിശ്വാസിക്ക് അവിശ്വാസിയുമായി എന്താണ് പൊതുവിലുള്ളത്? 16-ാം വാക്യം, ദൈവത്തിൻ്റെ ആലയത്തിന് വിഗ്രഹങ്ങളുമായി എന്ത് പൊരുത്തമാണുള്ളത്? ദൈവത്തിൻ്റെ ആലയത്തിന് വിഗ്രഹങ്ങളുമായി എന്ത് പൊരുത്തമാണുള്ളത്? നാം ആരാധിക്കാനായി പോകുന്ന ചർച്ചിൽ ഏതെങ്കിലും പ്രതിമ, സ്റ്റാച്യു, ബിംബം, സ്വരൂപം ഇവയുണ്ടോ എന്ന് പരിശോധിക്കുക. ഉണ്ടെങ്കിൽ അത് ദൈവത്തിൻ്റെ ആലയമല്ല. ഇങ്ങനെ നാം ഓരോരുത്തരും വിശുദ്ധ ബൈബിളിൻ്റെ അടിസ്ഥാനത്തിൽ സഭകളെ പരിശോധിക്കണം. അവിടുത്തെ ഉപദേശങ്ങളും ആചാരങ്ങളും ബൈബിളിനോട് ഒത്തുപോകുന്നതാണോ എന്ന് നാം ഓരോരുത്തരും പരിശോധിച്ച് സത്യമേത് അസത്യമേത് എന്ന് കണ്ടുപിടിക്കണം. ഏതാണ് സത്യമെന്ന് നാം തന്നെയാണ് കണ്ടുപിടിക്കേണ്ടത്. എങ്കിൽ മാത്രമേ നമുക്ക് ബോധ്യമുണ്ടാകുകയുള്ളൂ.